ഹായ് ഗേസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോമൺ ആയിട്ട് വരുന്ന കുറേ ചോദ്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോർമാറ്റുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ തമ്പനയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറി, പത്ര, വിശേഷൻ ശബ്ദ്, അതുപോലെ തന്നെ നമ്മളെ സർവനാം എന്ന് പറഞ്ഞിട്ട് ഈ നാലെണ്ണത്തിൻ്റെ ഫോർമാറ്റ് അതെങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് എഴുതി വയ്ക്കാൻ പറ്റുക എന്നതാണ്. അപ്പോൾ അതിൽ ആ ഒരു കോമൺ ക്വസ്റ്റ്യൻസിൽ തന്നെ ഡയറി 4 മാർക്കിനാണ്, അതുപോലെ തന്നെ പത്ര 4 മാർക്കിനാണ്, വിശേഷൻ ശബ്ദ് അല്ലെങ്കിൽ വിശേഷ ശബ്ദ് ഷുവറായിട്ടും വരുന്ന ക്വസ്റ്റ്യനാണ്, 1 മാർക്കിൻ്റെയാണ്, സർവനാം 1 മാർക്കിൻ്റെയാണ്. അപ്പോൾ ഇതെങ്ങനെ മാർക്ക് പോകാതെ ഇരിക്കാം എന്നാണ് നമ്മളിനി നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റിലേക്ക് നമുക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഡയറിയുടെ ഫോർമാറ്റ് നോക്കാം. ഓക്കെ, ഇതിൽ 3 പാർട്ടായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ആജ് കാ ദിൻ ബഹുത്ത് അച്ഛാ ദിൻ ദ, ഈ ദിവസം നല്ല ദിവസമായിരുന്നു. ആജ് കാ ദിൻ ബഹുത്ത് ബുരാ ദിൻ ദ, ഈ ദിവസം മോശം ദിവസമായിരുന്നു. ആജ് സുഖ ദുഃഖ കി മിലൻ ദ, ഇന്ന് സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കൂടിച്ചേരലായിരുന്നു. അപ്പോൾ നിങ്ങളത് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് വേണം എഴുതാൻ. സന്തോഷമാണെങ്കിൽ സന്തോഷം എഴുതി വയ്ക്കുക, ദുഃഖമാണെങ്കിൽ ദുഃഖം എഴുതി വയ്ക്കുക, സുഖദുഃഖമാണെങ്കിൽ രണ്ടും കൂടെ കൂടിച്ചേർന്നൊരവസ്ഥയായിരുന്നു എന്ന് വേണമെങ്കിൽ എഴുതി വയ്ക്കുക. ഓക്കെ, അതോടുകൂടി ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിൽ ആണ് വിഷയം എഴുതേണ്ടത്. ആ വിഷയം എന്താണ് എഴുതേണ്ടതെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തിയിട്ട് എഴുതുക. ഇനി ലാസ്റ്റ് തേർഡ് പാർട്ട്, ആജ് കാ ദിൻ മുझे ഭൂൽ നഹീ സക്ത, ഈ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. ക്യോങ്കി ഉത്തനി സുഖ് ഓർ ദുഃഖ് മേം ദ, അത്രയും സുഖത്താൽ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ദുഃഖമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡയറി അവിടെ നിർത്തുക. അത്രയും ഡയറിയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് പത്രമാണ്, പേഴ്സണൽ ലെറ്ററാണ് നമുക്ക് മെയിനായിട്ട് ചോദിക്കുക. അതിൽ പ്രിയ മിത്ര, പ്രിയ സുഹൃത്ത് എന്ന് ചോദിച്ചിട്ട് എഴുതാം. ബേല സാഹിലിനോ സാഹിൽ ബേലയ്ക്കോ ആരെങ്കിലും എഴുതുന്നതായിരിക്കാം. അപ്പോൾ ഇവിടെ പ്രിയ മിത്ര, ആപ്പ് ഓർ തും കേസേ ഹോ, നിങ്ങൾക്ക് സുഖമാണോ? മേ മിതർ ഖുഷ് ഹോ, ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. തുമാരി പഠായി കേസി ഹെ, നിങ്ങളുടെ പഠനം എങ്ങനെ പോകുന്നു? മേ ഇസ് പത്ര ലിഖ്നേക്കി വജഹ് യഹ് ഹേക്കി, ഞാൻ ഈ കത്ത് എഴുതാനുള്ള കാരണം ഇതാണ് എന്ന് പറയുക. അപ്പോൾ അത്രയാണ് ഫസ്റ്റ് പാർട്ട് ഉള്ളത്. അപ്പോൾ ഏത് ലെറ്റർ വരികയാണെങ്കിലും ഈ ഒരു പാർട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇനി അടുത്ത പാർട്ടാണ് വിഷയം വരുന്നത്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി ഉണ്ടായിരിക്കും, എന്തിനെ പറ്റിയിട്ടാണ് എഴുതേണ്ടതെന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തിനെ പറ്റി എഴുതണം നോക്കുക, എന്നിട്ട് ഫസ്റ്റ് പാർട്ട് എഴുതുക, സെക്കൻഡ് പാർട്ടിൽ വിഷയം കൊടുക്കുക. തേർഡ് പാർട്ടിൽ അബ് മേം ഈസ് പത്ര ഖത്മ കർത്തി ഹും, ഇപ്പോൾ ഞാൻ ഈ ലെറ്റർ അവസാനിപ്പിക്കുകയാണ്. അഗല രവിവാർ മേം, അടുത്ത സൺഡേ തുമാരെ മിൽനെ കെ ലിയെ ആവുക, നിന്നെ കാണാൻ വേണ്ടിയിട്ട് വരാം അല്ലേ എന്ന് പറഞ്ഞ് നിർത്തുന്നു. തുമാരാ മിത്ര നാം ഹസ്താക്ഷർ ദിനാങ്ക് സ്ഥലം അവിടെ എഴുതി വയ്ക്കുന്നു. ഇത്ര എഴുതി കഴിഞ്ഞാൽ ആ ഒരു ലെറ്റർ നമുക്കവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രിയമിത്ര പത്രം എഴുതുക, പ്രിയമിത്ര ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഓർ തേർഡ് പാർട്ട്, ഈ 3 പാർട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ 4 മാർക്ക് ഫുള്ളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് വിശേഷൻ ശബ്ദ് ഓർ വിശേഷ ശബ്ദ്. അപ്പോൾ ഇവിടെ വിശേഷൻ ശബ്ദം എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ വിശേഷ ശബ്ദം എന്ന് പറയുന്ന സമയത്ത് വിശേഷിപ്പിക്കുന്നതും എന്തിനെയാണ് വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇവിടെ അച്ചാലെടുക്ക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വിശേഷൻ ശബ്ദമായിട്ട് നമ്മൾ എഴുതേണ്ടത് അച്ഛ എന്നുള്ള, നല്ല കുട്ടി, അതിൽ നല്ലതാണ് വിശേഷൻ. ലടുക്ക എന്ന് പറയുമ്പോൾ വിശേഷ്യ. ഖൂബ്സൂരത്ത് ഫൂൽ എന്ന് പറയുമ്പോൾ സുന്ദരമായിട്ടുള്ള പുഷ്പമാണ്, അതിനെ ഖൂബ്സൂരത്ത് എന്നാണ് പറയുന്നത്, അതാണ് വിശേഷൻ. വിശേഷം എന്ന് പറയുമ്പോൾ ഫൂലാണ്. അപ്പോൾ സഫേദ് അതുപോലെ തന്നെ, സഫേദിനെങ്കിൽ സഫേദും, കാലാസടക്കിൽ കാലയാണ് വിശേഷണമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം, നമ്മളൊരു വാക്ക് തന്നിട്ട് ഇപ്പോൾ അച്ചാലെടുക്കാന്നോ ഖൂബ്സൂരത്ത് ഫൂൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് തന്നിട്ട് നമ്മളെടുത്ത് വിശേഷൻ ശബ്ദം എഴുതാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുക ഫസ്റ്റ് വണ്ണാണ്. ആദ്യത്തെ ശബ്ദം ഏതാണോ, ആദ്യത്തെ വാക്ക് ഏതാണോ അതാണ് വിശേഷൻ ശബ്ദ്. രണ്ടാമത്തെ വാക്ക് ഏതാണോ അതാണ് വിശേഷ ശബ്ദ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് സർവനാം അല്ലെങ്കിൽ സഹി വികൽപ്പ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും കാണാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. വഹ് പ്ലസ് ക അല്ലെങ്കിൽ ഉസ്ക എന്ന് കൊടുത്തിട്ടുണ്ടാവും, അതിൽ ബ്രാക്കറ്റിൽ വഹ് യഹ് വേ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ 4 എണ്ണം പഠിച്ചാൽ തന്നെ നമുക്കത് ഈസി ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മൾ വഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ, അവൾ, അത്, ആ എന്നുള്ളതാണ്. യഹ് എന്ന് പറയുമ്പോൾ ഇവൻ, ഇവൾ, ഇത്, ഈ. വേ എന്ന് പറയുമ്പോൾ അവർ, എ എന്ന് പറയുമ്പോൾ ഇവർ എന്നുള്ളതാണ്. അപ്പോൾ വഹിൻ്റെ വേറൊരു വേർഡാണ് ഉസ് എന്നുള്ളത്. അപ്പോൾ വഹിൻ്റെ അതേ അർത്ഥം തന്നെയാണ് ഉസ്സിന് വരുന്നത്. യഹിൻ്റെ വേറെ വേർഡാണ് ഇസ്,
അതേ സെയിം അർത്ഥമാണ് അവിടെ ഇസിന് വരിക. വേക്ക് ഉന്നും പറയും, ഏക്ക് ഇന്നും പറയും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി എടുക്കേണ്ടത് വഹിൻ്റെ അവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് തൊട്ടപ്പുറത്ത് എഴുതുക. ഇപ്പോൾ ഉസ്ക എന്നാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക വഹിൻ്റെ കൂടെ ക എന്നാണ് ചേർത്തിട്ടുള്ളത്. ഇസ്ക എന്നാണെങ്കിൽ യഹിൻ്റെ കൂടെയാണ് ക ചേർത്തിട്ടുള്ളത്. അതായത് നിങ്ങളിത് എഴുതി വയ്ക്കുമ്പോൾ വഹിൻ്റെ കൂടെ എന്താണോ ചേർക്കുന്നത് അത് തന്നെ ആയിരിക്കും റൈറ്റ് സൈഡിൽ ചേർക്കുക. ഓക്കെ, ഇപ്പോൾ വഹ് എന്ന് പറയുമ്പോൾ അവൻ അവൾ അത് അതിൻ്റെ കൂടെ കെ ചേർത്തു. അപ്പോൾ എന്തായി? ഉസ് കെ എന്നായി. ഓക്കെ, യഹിൻ്റെ കൂടെ കാ ചേർത്തു. യഹ് ഇവിടെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഇസ്ന്നുണ്ട്. അപ്പോൾ ഇവിടെ കാ ചേർത്തപ്പോൾ അവിടെയും കാ ചേർത്തു. വേ എന്ന് പറയുമ്പോൾ അവർ, ഇവിടെ കീ ചേർത്തപ്പോൾ അവിടെയും കീ ചേർത്തു. അപ്പോൾ അങ്ങനെയാണ് അതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എടുത്തത് ഫസ്റ്റ് ഡയറിയാണ്. ഡയറിയുടെ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് 3 പാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ലെറ്ററാണ്. ലെറ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, അതുപോലെ തന്നെ തേർഡ് പാർട്ട്, 3 പാർട്ട് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ വിശേഷൻ, ശബ്ദം, അതുപോലെ തന്നെ സർവനാമം അല്ലെങ്കിൽ സഹി വികൽപ്പ്. സഹി വികൽപ്പ് ഈസിയാണ്. ലെഫ്റ്റ് സൈഡിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിനെ റൈറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതുക കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതിൽ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് കാണുക. എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ.